നിന്നിലലിയാൻ. രചന ഹർഷലക്ഷ്മി. അവതരണം സിദ്ധി. കണ്ട കാഴ്ച വിശ്വസിക്കാനാകാതെ ഞാൻ കണ്ണുകൾ തടവി. ഡാ മെറി, നീ മനുവേട്ടനെ കാണുന്നുണ്ടോ, അതോ എന്റെ മനസ്സിൽ വെറും തോന്നലാണോ? ഞാൻ മെറിയോട് അമ്പരപ്പോടെ ചോദിച്ചു. ഇതൊരു തോന്നലാണെങ്കിൽ എന്റെ മനസ്സും അതേ അവസ്ഥയിലാണ് മോളെ. മാനുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാനും മെറിയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അർജുൻ ഞങ്ങൾക്കരികിൽ നിൽപ്പുണ്ടായിരുന്നു. ഓ, നിങ്ങൾ രണ്ടുമൂന്നും മിണ്ടാതിരുന്നേ. അവൻ ശരിക്കും ഇവിടെയുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുമൊന്നുമല്ല. അത് കേട്ട് ഞാൻ അർജുനോട് സംശയത്തോടെ ചോദിച്ചു. ആദ്യം മുതൽ നിനക്കിത് അറിയാമായിരുന്നോ? ഇല്ല. ഞാൻ വീണ്ടും മനുവേട്ടന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അപ്പോഴും ആ ഗോവണിപ്പടിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എനിക്ക് ആവേശം, സന്തോഷം, പരിഭ്രാന്തി എല്ലാം കൂടി ഒരുമിച്ച് വന്ന ഫീൽ ആയിരുന്നു. എന്റെ പിറന്നാൾ ദിനത്തിൽ അവൻ ഇവിടെ വന്നത് യാദൃച്ഛികം മാത്രമാണോ, അതോ എന്റെ പിറന്നാൾ തന്നെ വന്നതാണോ? ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സന്തോഷത്തോടെ അവനോട് പറഞ്ഞു. മനുവേട്ട, എന്തൊരു സർപ്രൈസ് ആണിത്. എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? രാവിലെ തന്നെ എത്തി എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ലായിരുന്നു. എങ്കിലും ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കിയിരുന്നു. മനുവേട്ട, ഇപ്പോൾ ഞങ്ങളെല്ലാവരും. ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൻ കൈയുയർത്തി എന്റെ കവിളിൽ അടിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ എന്നോട് ചോദിച്ചു. എന്റെ ചോദ്യത്തിന് നീ ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. എന്തിനാണ് നീ ഇന്ന് ലീവ് എടുക്കണമെന്ന് പറഞ്ഞത്? അതിന്റെ ആവശ്യം എന്താ? ആ അടിയുടെ ഷോക്കിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ലായിരുന്നു. അത് ഇന്നെന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ. അതിനിപ്പോ എന്താ? ഞാനൊന്നും പറയാനാവാതെ അവനെ നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ താൻ? മറുപടിയായി ഞാനും തലയാട്ടവും മാത്രം ചെയ്തു. ശരി, ഇപ്പോ താൻ പോയി റെഡിയാക്. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഷാട്ടിക്കാരിയ ഒരു കുട്ടിയെപ്പോലെ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇന്ന് പോകാൻ താല്പര്യമില്ല. എനിക്കിവിടെ എല്ലാവരുടെയും ഒപ്പം സമയം ചിലവഴിക്കാനാണ് ഇഷ്ടം. അത് കേട്ട് അവൻ എന്റെ കസേരയ്ക്കരികിലേക്ക് വന്നിരുന്നു. മെറി, എന്റെ കൂടെ നീ എന്ന് അവനോട് സംസാരിക്കേ. സാരമില്ല മനു, ഇന്നൊരു ദിവസമല്ലേ, നമ്മളെ ബർത്ത്ഡേ അല്ലേ, അവൾ ആഘോഷിക്കട്ടെ. അത് കേട്ട് മാനു ദേഷ്യത്തോടെ മെറിയോട് പറഞ്ഞു. നീ അവളുടെ സൈഡ് നിൽക്കുന്നത് നിർത്തിക്കോ. ഇവളിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ആണോ? എന്നിട്ട് വീണ്ടും എന്റെ നേരെ മുഖം തിരിച്ചു പറഞ്ഞു. പോയി റെഡിയാവ്. ഇപ്പൊ വൈകിയില്ലേ, എനിക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയില്ല. നന്നായി പോയി. ഇനിയും വെച്ച് താമസിപ്പിക്കാതെ വേഗം റെഡിയായി വന്നാൽ സ്റ്റുഡിയോയിലേക്കുള്ള ഒരു കുറുക്ക് വഴി എനിക്കറിയാം. അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വെറുതെ നിൽക്കാതെ പോയി റെഡിയാവാൻ നോക്ക്. അർജുൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവന്റെ കൈ പിടിച്ചു നിർത്തി. ഞാൻ എഴുന്നേറ്റ് ദേഷ്യത്തോടെ കാലുകൾ തറയിൽ ചവിട്ടിക്കൊണ്ട് മുറിയിലേക്ക് പാഞ്ഞു. അലമാരയിൽ നിന്ന് കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്തു മാറി മുടി ചീകാതെ അഴിച്ചിട്ടു. അരോചകമായി ഞാൻ എന്നോട് തന്നെ പിറുപിറുത്തുകൊണ്ടിരുന്നു. ദിവസത്തിന്റെ എത്ര മഹത്തായ തുടക്കം, അതും എനിക്ക് പ്രിയപ്പെട്ട ദിവസം, എല്ലാം നശിച്ചു. ഞാൻ വേഗം റെഡിയായി ഇറങ്ങി. അവൻ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ മെറിയുടെ അർജുന്റെ മുഖത്ത് ഒരു നോട്ടം നോക്കി അവനോടൊപ്പം പോകാൻ ഇറങ്ങി. ഞാൻ കാറിൽ കയറിയതും അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പുറത്തേക്ക് ഓടിച്ചു. ഞാൻ മൗനം പാലിച്ചുകൊണ്ട് കാറിലിരുന്നു. ഉള്ളിൽ കോപം കത്തുന്നുണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിച്ചില്ല. കാരണം അവൻ എന്റെ നല്ലൊരു മാനസികാവസ്ഥയെ മൊത്തം നശിപ്പിച്ചിരുന്നു. കാർ മെയിൻ റോഡിൽ എത്തുമ്പോൾ അവൻ എന്നെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആ മുഖം എന്റെ മുന്നിൽ നല്ല രീതിയിൽ കാണിക്കേണ്ടതില്ല. നിന്റെ ഉള്ളിൽ ദേഷ്യമാണെന്ന് എനിക്കറിയാം. എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയത് നിങ്ങൾ കാരണമാണ്. ഇതെല്ലാം നിങ്ങൾ എന്നോട് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. നിനക്കത് കിട്ടുമായിരുന്നില്ല മൈഥിലി. നിനക്ക് ഞാൻ കാരണം ഇന്റേൺഷിപ്പ് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അത് തന്നെ പറയുകയുള്ളൂ. ഓഹോ, എനിക്ക് ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തിയപ്പോഴേ നിങ്ങൾ എനിക്ക് ഈ ജോലി വാഗ്ദാനം ചെയ്തത്. എന്നിട്ടിപ്പോ അതിന്റെ യുക്തി പരിശോധിക്കുന്നത് ശരിയാണോ? ദൈവത്തെ ഓർത്ത് അതൊക്കെ ഇങ്ങോട്ട് പറയേണ്ടതില്ല. ഞാൻ നിന്നോട് പറഞ്ഞതേയുള്ളൂ, കാരണം കൂടാതെ നീ ലീവ് എടുക്കരുത്. അതിനാണ് ഞാൻ നിന്നെ തല്ലിയത്. കൃത്യമായി കാരണമില്ലാതെ ഇന്നെന്റെ ജീവിതത്തിൽ നശിച്ച ബർത്ത്ഡേ ആണ്. നിങ്ങൾ കാരണം ഇത് നിങ്ങൾ ഒരു കാരണമായി തോന്നുന്നില്ലേ? അവൻ ദേഷ്യത്തോടെ എന്നെ നോക്കി. നിന്റെ ഭാഷ ശ്രദ്ധിക്കാദ്യം. ഓഹോ, അപ്പൊ ഞാൻ മോശം, നിങ്ങൾ മാന്യൻ. അത് കേട്ട് നീരസത്തോടെ അവൻ എന്നെ നോക്കി പറഞ്ഞു. നീ എന്റെ ഫ്രണ്ട് ആണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്താ നീ ഇങ്ങനെ? നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് സൗഹൃദം വാഗ്ദാനം ചെയ്ത് വന്നതാണ്. അതിനെ എന്നെ കുറ്റപ്പെടുത്തരുത്. അതെ, ശരിയാ. പക്ഷെ ഇപ്പോ എനിക്ക് പശ്ചാത്താപം തോന്നുന്നു. അവന്റെ ആ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അവനെ നോക്കി. പക്ഷേ അവൻ എന്റെ ഫീലിങ്സിനെ കുറിച്ച് വിഷമിക്കില്ലെന്ന് തോന്നുന്നു. കാരണം ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ തന്റെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു.
അവൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഖേദിക്കുന്നുണ്ടെന്ന് പോലും. ഞാൻ തനിയെ പിറുപിറുത്തു. ഞാൻ എൻ്റെ കോപം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് മുഖത്ത് പ്രകടമായിരുന്നു. എൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞിരുന്നു. എനിക്ക് അവനോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ അവൻ ഖേദിക്കുന്നുണ്ടെങ്കിൽ ഈ സൗഹൃദം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ ഞാൻ ചെയ്യുന്ന തെറ്റായി പോവും. എനിക്ക് വേണ്ടി അവൻ നടത്തിയ പരിശ്രമങ്ങൾ നന്ദികേട് കാണിക്കുന്ന പോലെ തോന്നി. ഞാൻ കണ്ണുകളടച്ച് എന്നെ തന്നെ ശാന്തമാക്കാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ കണ്ണുനീരോട് പോരാടുകയാണ്. അവ തടഞ്ഞു നിർത്താൻ ഞാൻ പാടുപെട്ടു. എൻ്റെ ബലഹീനത അവനോട് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം അവന് വേണ്ടി തന്നെയാണെന്ന് ഞാൻ അറിയേണ്ടതായിരുന്നു. അവൻ ആകെ വിഷമിക്കുന്നത് അവൻ്റെ പ്രശസ്തിയെക്കുറിച്ചാണ്. അതിനായി അവൻ എന്തും ചെയ്യും. അതിന് മറ്റാരുടെ ദിവസങ്ങൾ നശിപ്പിക്കാനും വികാരങ്ങൾ വ്രണപ്പെടുത്താനും കഴിയുമെന്ന് അവൻ അറിയുന്നില്ല. അവൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല. ഇവിടെ ഞാൻ വിചാരിച്ചു അവൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നതാണെന്ന്. എനിക്ക് തെറ്റിപ്പോയി. അതിലെനിക്ക് വേദനയുണ്ട്. എല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് യാത്രയിലുടനീളം ഞാൻ മിണ്ടാതിരുന്നു. സ്റ്റുഡിയോയിലെത്തി അവൻ കാർ നിർത്തി. ഞാൻ പുറത്തിറങ്ങാൻ പോകുമ്പോൾ അവൻ എന്നെ നോക്കി പരിഹസിച്ചു. ഏയ്, ദേഷ്യം കൊണ്ട് സ്റ്റുഡിയോയ്ക്ക് തീടരുത്. ഒപ്പം ചിരിക്കുകയും ചെയ്തു. ഞാൻ അവനെ രൂക്ഷമായി നോക്കി മറുപടി പറഞ്ഞു. വിഷമിക്കേണ്ട, ഭാവിയിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ അതിന് കണക്ക് പറഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കാറിന് ഡോർ കൊട്ടി അടച്ചുകൊണ്ട് ഞാൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റുഡിയോയിലേക്ക് കയറുമ്പോൾ എൻ്റെ ടേബിൾ ബലൂണുകളും റിബണുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എനിക്ക് ചുറ്റും കൂടിയെന്ന് എനിക്ക് അറിയിച്ചു. അവരിൽ നിന്നും എനിക്ക് ഒരുപാട് സമ്മാനങ്ങളും കിട്ടി. ഇതൊക്കെ എനിക്ക് തികച്ചും ആശ്ചര്യമായി തോന്നി. ഒരു ചെറിയ സമയത്തേക്ക് ഞാൻ എൻ്റെ ദേഷ്യം മറന്നു. അവർക്കെല്ലാം ഞാൻ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. ഇന്ന് എനിക്ക് ചെയ്യേണ്ടത് എൻ്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് എഡിറ്റിംഗ് മാത്രമാണ്. ആ ഒരു ചെറിയ പിറന്നാൾ ആഘോഷത്തിന് ശേഷം ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും യാന്ത്രികമായി ഒരു താല്പര്യവുമില്ലാതെയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉച്ചഭക്ഷണം കഴിച്ചു. അവനുമായി വഴക്കിട്ടതിന് ശേഷം എൻ്റെ മനസ്സ് തീർത്തും അസ്വസ്ഥമാണ്. സമയം 3 മണിയായി. ജ്വാലാമാം എന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എൻ്റെ എഡിറ്റിംഗ് പരിശോധിച്ച ശേഷം എനിക്ക് അവർ വിഷസ് അറിയിച്ചു. ഇവിടെ നിന്റെ ഇന്നത്തെ ജോലി പൂർത്തിയായി. അതുകൊണ്ട് നിനക്കിന്ന് നേരത്തെ പോകാം. ബർത്ത്ഡേ അല്ലേ? അവർ എനിക്ക് ഒരു അമ്മയുടെ പുഞ്ചിരി നൽകി. ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞതിന് നന്ദിയുണ്ട് മാം, പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമില്ല. അതെന്താ കാരണം? പുറത്ത് നിന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. നിനക്ക് ഇന്നത്തെ ജോലി അവസാനിപ്പിച്ച് ഇപ്പോൾ പോകാം. ഇന്നത്തെ ഡേ ആസ്വദിച്ചോളൂ. എനിക്ക് ശരിക്കും ഒരു ഐഡിയയും ഇല്ല ആരെ ഇപ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. ഞാൻ വെറുതെ മാഡത്തിനെ എതിർക്കുകയാണെന്ന് കരുതി ഓക്കെ പറഞ്ഞു. ശരി, നന്ദി മാഡം. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാനവ് അവൻ്റെ കാറിലിരിക്കുന്നു ഞാൻ കണ്ടു. ഈ സ്ഥലം എൻ്റെ ജോലി സ്ഥലമായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ തിരികെ പോകില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പെട്ടുപോയി. എനിക്കിന്ന് വീണ്ടും അവനോടൊപ്പം കാർ കയറണമല്ലോ. അതുകൊണ്ട് ഞാൻ അവനെ നോക്കുക പോലും ചെയ്യാതെ ദേഷ്യത്തോടെ അവൻ്റെ കാറിൽ കയറി. അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യാൻ അവൻ മ്യൂസിക് പ്ലെയർ ഓണാക്കി. ഞാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീ ഇഷ്ടമുള്ളത് ചെയ്തോ, ഞാനൊന്നും പറയില്ല, അവൻ എൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവൻ ചോദിച്ചു, എടോ താൻ ആ ബോക്സ് ഒന്ന് തുറക്കാമോ? കാലിരുന്നൊരു പെട്ടി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ പതിയെ ആ ബോക്സ് തുറന്നു. അതിനുള്ളിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഞാൻ കണ്ടെത്തി. എൻ്റെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷേ എനിക്ക് അവ അത്ര എളുപ്പത്തിൽ ക്ഷമിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ സ്വയം തടഞ്ഞു. അവൻ എന്നോട് ആ സമ്മാനപ്പെട്ടി എടുത്ത് തുറക്കാൻ ആവശ്യപ്പെട്ടു. തീർച്ചയായും എനിക്ക് ജിജ്ഞാസയുണ്ട് അതിൽ എന്താണെന്നറിയാൻ. ഞാൻ അതുകൊണ്ട് മാത്രം പെട്ടി തുറന്നു. ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ വിടർന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇഷ്ടമായി അല്ലേ? എനിക്കറിയാമായിരുന്നു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അവിശ്വസയോടെ അവനെ നോക്കി. അല്ല, ഈ ബ്രേസ്ലെറ്റ് എനിക്കാണോ? ആ, ബെസ്റ്റ്. എൻ്റെ അറിവിൽ ഇന്ന് നിന്റെ പിറന്നാൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നേ. പിന്നെ ഞാനിത് ഇടാറില്ല. പക്ഷേ എനിക്ക് അവ അത്ര എളുപ്പത്തിൽ ക്ഷമിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ തന്നെ സ്വയം തടഞ്ഞു. അവൻ എന്നോട് ആ സമ്മാനപ്പെട്ടി എടുത്ത് തുറക്കാൻ ആവശ്യപ്പെട്ടു. തീർച്ചയായും എനിക്ക് ജിജ്ഞാസയുണ്ട് അതിൽ എന്താണെന്നറിയാൻ. ഞാൻ അതുകൊണ്ട് മാത്രം പെട്ടി തുറന്നു. ഒരു പിങ്ക് ആൻഡ് ബ്ലൂ ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ വിടർന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഇഷ്ടമായി അല്ലേ? എനിക്കറിയാമായിരുന്നു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ.
ഞാൻ അവിശ്വസയോടെ അവനെ നോക്കി. അല്ല, ഈ ബ്രേസ്ലെറ്റ് എനിക്കാണോ? ആ, ബെസ്റ്റ്. എൻ്റെ അറിവിൽ ഇന്ന് നിന്റെ പിറന്നാൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നേ. പിന്നെ ഞാൻ ഇത് ഇടാറില്ല. പിന്നെ ആർക്കാ ഇത്? ഇത് വളരെ എക്സ്പെൻസീവ് അല്ലേ? അതേല്ലോ. എന്താ നിനക്ക് ഇഷ്ടമല്ലേ? പിന്നെ എനിക്കിഷ്ടമായി. പക്ഷേ എനിക്ക് ഈ വിലയേറിയ സമ്മാനം എടുക്കാൻ കഴിയില്ല. അത് കേട്ട് അവൻ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, നിനക്ക് രാവിലത്തെ കാര്യം ഓർത്ത് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ സീറ്റിലേക്ക് ചാരി നിന്ന് കണ്ണുകളടച്ച് നെടുവീർപ്പിട്ടു. എനിക്കിതിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ സമ്മാനം സ്വീകരിക്കാത്തതിന് കാരണം അതല്ല. ഈ ബ്രേസ്ലെറ്റ് ഒരുപാട് വിലയുള്ളതാണ്, അതാണ് കാര്യം. ഞാൻ പെട്ടി അടച്ച് തിരികെ വെച്ചു. അവൻ എന്നെ നോക്കി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിശബ്ദരായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ എന്നെ ഇറക്കി വിടാൻ ആഗ്രഹിക്കാത്തതുപോലെ എന്നെ ഇറക്കിയ ശേഷം തൻ്റെ കാർ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിച്ചുപോയി. ഒന്നും മിണ്ടിയില്ല. ഞാൻ അകത്തു കയറുമ്പോൾ വീട് മുഴുവൻ ശൂന്യമാണ്. അർജുനും മെറിനും ഇല്ല. ഹരേഷും കുടുംബവും പോലുമില്ല. അവർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ അവരെയെല്ലാം ഉറക്കെ വിളിച്ചു നോക്കി. പക്ഷെ അവർ വീട്ടിലൊന്നുമില്ല. ആരും എൻ്റെ വിളി കേട്ടില്ല. ഞാൻ അവരെ ഫോണിൽ വിളിച്ചു നോക്കി. പക്ഷെ ആരും സ്വീകരിക്കുന്നില്ല. 2 മണിക്കൂർ മാത്രമാണ് കഴിഞ്ഞ രാത്രി ഉറങ്ങിയത്. തലവേദനിക്കുന്നത് കൊണ്ട് ഞാൻ അടുക്കളയിൽ പോയി ചായ തയ്യാറാക്കി. ഇന്നലെ ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. ഇന്ന് അവൻ എല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ അവൻ എന്നെ ഇവിടെ ഇറക്കി വിട്ട് എവിടെയോ പോയി. അവൻ്റെ വീട്ടിൽ നിന്ന് തനിച്ചായി. എനിക്ക് ശരിക്കും ഉറക്കെ കരണമെന്ന് തോന്നിപ്പോയി. ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം ദിവസമാണ്. എനിക്ക് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കണം. അവർക്കും കോൾ പോകുന്നില്ലെന്ന് കണ്ട് എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. എനിക്കിനി ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള സന്തോഷമൊന്നുമില്ല. കുളിച്ചൊന്ന് മയങ്ങണം, അത്രമാത്രം. അവർ തിരികെ വരുമ്പോഴേക്കും ഞാൻ ഉണരുമായിരിക്കും. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു ഡ്രസ്സ് എൻ്റെ ബെഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ആകെ മാറി. കൂടെ ഒരു എഴുത്തും. ഡിയർ, ഈ നേരത്തെ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ തയ്യാറായിക്കോ. കട്ടിലിനിടയിൽ ഡ്രസ് ചേരുന്ന ചെരുപ്പുകളുണ്ട്. അതുകൂടെ ഒന്ന് നോക്കണം കേട്ടോ. മെറി, ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എന്നെ നീയെ മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരു പുഞ്ചിയോടെ ബാത്റൂമിലേക്ക് നീങ്ങി. കുളി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലവേദന പോയിരുന്നു. ഞാൻ ആ ഡ്രസ് ഇട്ട് കണ്ണാടിയിൽ നോക്കി. സ്ലീവ്ലെസ് ആണ്. വൃത്താകൃതിയിലുള്ള കഴുത്ത്, മുട്ടിന് താഴെ നീളമുണ്ട്. ഗ്ലിറ്റർ പോലെ തിളങ്ങുന്ന വർക്ക്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു രാജകുമാരിയെ ആയതുപോലെ തോന്നിപ്പോയി. എനിക്ക് അവിടെ നിൽക്കാൻ അധിക സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഒരുങ്ങിയിറങ്ങി. സിൽവർ ആൻഡ് ഡയമണ്ട് വർക്കുള്ള കമ്മലുകൾ, ഒരു പിങ്ക് റിസ്റ്റ് വാച്ച്, അത് മാത്രം എടുത്തിട്ടു. വളരെ നേരിയ മേക്കപ്പ് മാത്രം ഇട്ടുള്ളൂ. കട്ടിലിന് താഴെ മനോഹരമായ പിങ്ക് ഗ്ലിറ്റർ ചെരുപ്പുകൾ, ചെറിയ പിങ്ക് ഹാൻഡ് ബാഗ്. ഇതൊക്കെ ഞാൻ നോക്കി നിൽക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ മെറിയും അർജുനും പ്രത്യക്ഷപ്പെട്ട് സർപ്രൈസായി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ പടികൾ ഇറങ്ങി താഴെ ചെന്ന് നോക്കി. ഞാൻ ആ ഗോവളുടെ ഒരു മൂലയിൽ എത്തുമ്പോൾ മാനവ് സോഫയിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ ആരോട് സംസാരിക്കുന്നു. അവനും ഫോർമൽ വെയർ ധരിച്ച് തയ്യാറായി വന്നതുപോലെയുണ്ട്. എന്നെ കണ്ടതും അവൻ അമ്പരപ്പോടെ കോൾ കട്ട് ചെയ്തു. അവന്റെ പെട്ടെന്നുള്ള നോട്ടം കണ്ട് ഞാൻ ആകെ പരിഭ്രമത്തിലായി. മറ്റുള്ളവരെവിടെ? മെറിയും അർജുനും അവരെവിടെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ചുറ്റും നോക്കിക്കൊണ്ട് പിറുപിറുത്തു. മാനവ് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു. എന്നെ നന്നായി നോക്കി. ഞാനാണെങ്കിൽ നിശ്ചയമില്ലാതെ നിൽക്കുകയാണ്. പേടികൊണ്ടോ നാണം കൊണ്ടോ എന്നറിയില്ല, ഞാൻ മുഖം താഴ്ത്തി നിന്നു. മാനവിന്റെ പതിന ശബ്ദം മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവിടെ കേട്ടു. യു ലുക്ക് പെർഫെക്റ്റ്. എന്റെ കലങ്ങിയ കണ്ണുകൾ ഉയർത്തി ഞാൻ പതിയെ അവനെ നോക്കി. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ആ ബ്രേസ്ലെറ്റ് എടുത്ത് എന്റെ കയ്യിൽ പിടിച്ച് എന്റെ വലതു കൈത്തണ്ടയിൽ മെല്ലെ അണിയിച്ചു. ഇപ്പോ നീ ഒന്നുകൂടെ സുന്ദരിയായി. അവൻ എന്റെ കൈ മെല്ലെ വിടിവിച്ചുകൊണ്ട് എന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ ഞാൻ പറയാനൊരുങ്ങുന്നതിന് മുൻപ് അവൻ എന്നെ തടഞ്ഞു. നമുക്ക് ഇപ്പോൾ പോണം. മെറി നിരാശയിലായിരിക്കുക. നീ ഇവിടെ വന്നിട്ടിപ്പോ 1/2 മണിക്കൂറായി. ഞാൻ അവന്റെ പിന്നാലെ പുറത്തേക്ക് നടന്നു. ഞങ്ങൾ കാറിൽ കയറുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ അവിടെ എത്തുമ്പോൾ നീ അത് അറിഞ്ഞാ മതി. അതും പറഞ്ഞുകൊണ്ട് അവൻ പിന്നെയും നിശബ്ദനായി. ഞാൻ ഇനി എന്തു നടക്കുമെന്ന ആശങ്കയിലാണ്. ഞാനും പിന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ഒരു വലിയ മാളിലെത്തി. മാനവ് കാർ പാർക്ക് ചെയ്തു. മാളിനുള്ളിൽ കയറിയ ശേഷം അവൻ എന്നെ 5ാം നിലയിലേക്ക് നയിച്ചു.
അവിടെ എത്തിയപ്പോൾ ഒരു പാർട്ടി ഏരിയ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. കാരണം ആ ഏരിയ മുഴുവൻ പിങ്ക് ആൻഡ് വൈറ്റ് ബലൂൺ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എൻ്റെ ഡ്രസ്സിന് മാച്ചായ പോലെ. എൻ്റെ മനസ്സിൽ അണപൊട്ടിയ ആഹ്ലാദത്തെ പ്രകടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഹാളിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ എൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു. മോൾക്ക് ഞങ്ങളുടെ 1000 ജന്മദിനാശംസകൾ. സന്തോഷം കൊണ്ടായിരിക്കണം എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. പക്ഷേ അപ്പോഴും രണ്ടുപേർ മിസ്സിംഗ് ആണ്, മെറിയും അർജുനും. എവിടെ? ഞാൻ മാനവനെ നോക്കി. ഞങ്ങൾ ഇവിടെ ഉണ്ടടാ. ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മുഖം തിരിച്ചു. ആരവ്, അനു, കാർത്തിക്, ടീനു, കൂടെ മെറിയും അർജുനും. അത് കണ്ട് എൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കൂടാതെ ഹരേഷും കുടുംബവും അവർക്കൊപ്പമുണ്ട്. ആശ്ചര്യത്തോടെ ഞാൻ അവരെയൊക്കെ നോക്കി നിന്നു. എന്താ ഞാൻ ഈ കാണുന്നേ? ഓ മൈ ഗോഡ്, നിങ്ങൾ എല്ലാവരും എൻ്റെ ബർത്ത്ഡേ വന്നിരിക്കുകയാണോ? എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഹാപ്പിയായി. ആ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തിലും ആശ്ചര്യത്തിലും മുങ്ങിപ്പോയിരുന്നു. ഞാൻ ഒരിക്കലും ഈ ദിവസം ഇങ്ങനെ ഒരു മുഹൂർത്തം സങ്കല്പിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് തിടുക്കത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആവേശത്തിൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ചു. ശേഷം കണ്ണീരോടെ പറഞ്ഞു, താങ്ക്സ് ഒരുപാട്. എല്ലാവർക്കും നിങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. ടീനു എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഇനി നീ നിന്റെ കണ്ണുനീർ തുടയ്ക്ക്, അല്ലെങ്കിൽ നിന്റെ മേക്കപ്പ് എല്ലാം പോയി നീ ഭൂതത്തെ പോലെ ആവും. അങ്ങനെ ആയാലും പിന്നെ ഞാൻ നിനക്ക് എൻ്റെ ഗിഫ്റ്റ് തരില്ലട്ടോ. ഞാൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി. ആരെ ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? എന്തായാലും നിന്നെ പോലെ ആരെങ്കിലുമൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നീ മുഖം തുടച്ചേ, കാരണം എൻ്റെ വില കൂടിയ ഗിഫ്റ്റ് വേണമെങ്കിൽ മതി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. അവസാനം അവൾ തന്നെ മുഖം തുടച്ചു തന്ന ശേഷം എനിക്കായി ഗിഫ്റ്റ് കയ്യിൽ തന്നു. നിങ്ങൾ എപ്പോൾ എത്തി? അമ്മയോടായിരുന്നു എൻ്റെ ചോദ്യം. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയായി കാണും. രാവിലെയോ? ആരാ ഇതിനെല്ലാം പിന്നിൽ? ഞാൻ സംശയത്തോടെ അമ്മയെ നോക്കി. നിന്റെ അച്ഛനും അർജുനും എന്നൊരു വികൃതമായ ചിരിയോടെ മെറി പറഞ്ഞു. ഞാൻ അവർ രണ്ടുപേരെയും നോക്കി ചിരിച്ചു. എന്തായാലും ഇതെനിക്ക് വലിയ സർപ്രൈസ് തന്നെയാണ്. പക്ഷേ മനു ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അർജുൻ ഞങ്ങൾ എല്ലാവരുമായി പറഞ്ഞു. മാനവ് നാണം കൊണ്ട് തല ചൊറിഞ്ഞു. ഹോ, അപ്പോൾ മനു നിങ്ങളുടെ ഈ പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞതോ? ആരോ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, പക്ഷേ അവൻ നമ്മൾക്ക് വേണ്ടി വന്നു, അത്രയുള്ളൂ. അല്ലെങ്കിൽ ഈ സർപ്രൈസ് പാർട്ടി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, അല്ലേ മെറി? അർജുൻ വിഷയം മാറ്റാനായി പറഞ്ഞു. അല്ല, കേക്ക് എവിടെയാ? എനിക്ക് വിശക്കുന്നു. ഞങ്ങൾ എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. കാർത്തിക് അത്. എൻ്റെ അച്ഛൻ ആരെയോ ഫോൺ വിളിച്ചതും 10 മിനിറ്റിനുള്ളിൽ 2 പേർ ഇടത്തരം വലിപ്പമുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മറ്റൊരു ചോക്ലേറ്റ് ക്രീം കേക്കും കൊണ്ട് കടന്നു വന്നു. അല്പസമയത്തിനുള്ളിൽ മെഴുകുതിരി ഊതി കേക്ക് മുറിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അതിനിടയിൽ മാനവ് പലപ്പോഴും എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഞാനും കാർത്തിക്കും ഹരേഷേട്ടനും മക്കളും കൂടെ അവിടെ പ്ലേ ചെയ്ത മ്യൂസിക്കിൽ ചൂടൊക്കെയാണ്. ഞങ്ങളുടെ കളികൾക്കിടയിൽ എപ്പോഴോ മാനവും എൻ്റെ അച്ഛനും ഗൗരവമായ സംഭാഷണത്തിൽ മുഴുകുന്നത് ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരവും ടീനുവും മെറിയും എൻ്റെ അമ്മയുടെ കൂടെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അർജുൻ അനുവിനോടൊപ്പമാണ്. ഹരേഷേട്ടനും അനിത ചേച്ചിയും തങ്ങളുടെ പെൺമക്കളുടെ കളികൾ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു. അവസാനം ഞങ്ങൾ ഗെയിം സോണിൽ ചെന്ന് ബൗളിംഗ് ഗെയിം കളിക്കാൻ തുടങ്ങി. കൂടെ മാനവും ചേർന്നു. മാനവാണ് അതിൽ ബെസ്റ്റായി നിന്നത്. ഞാനാണ് ഏറ്റവും മോശം. പിന്നെ ഞങ്ങൾ ഗെയിം സോൺ വിട്ട് ആർക്കും വിശക്കുന്നില്ലെങ്കിലും ഫുഡ് കഴിക്കാനായി പോയി. അവർക്ക് 12:30 ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് അമ്മ എന്നെ അറിയിച്ചു. പക്ഷേ ഒരു രാത്രിയെങ്കിലും എന്നോടൊപ്പം താമസിക്കണമെന്ന് ഞാൻ അവരെ നിർബന്ധിച്ചു. പക്ഷേ അവർക്കെല്ലാം വേറെ പല തിരക്കുകളും ഉള്ളത് കാരണം അവർ പോകാൻ അനുവദിച്ചു. അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു.